ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ. നമുക്ക് ഈ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ട വേണം. 3 മുട്ട എടുത്തിട്ട് അതിൻ്റെ വൈറ്റും യോക്കും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 4 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വേറെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മൈദ മാത്രം മതി. അതൊന്ന് അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ആയിട്ട് നമ്മൾ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ എഗ്ഗ് യോക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ 3 എഗ്ഗ് യോക്കും ചേർത്തിട്ട് ഇവിടെ മിക്സാക്കി എടുത്തേ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് വൈറ്റിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീരിന് പകരമായിട്ട് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഹൈ സ്പീഡിൽ നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടവെള്ളം ഇത്രയും ഒന്ന് പതഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പൊടിക്കാതെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചിട്ട് ഉള്ള പഞ്ചസാരയാണെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതിയാവും. അപ്പോൾ പഞ്ചസാര മുഴുവനും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് വൈറ്റ് ഇവിടെ നന്നായിട്ട് ഇതുപോലെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എഗ് വൈറ്റിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഈ ഒരു എഗ് യോക്കിൻ്റെ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് എഗ് വൈറ്റ് ചേർത്തിട്ട് നമ്മളത് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു മിക്സ് നമ്മുടെ എഗ് വൈറ്റിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ എഗ് വൈറ്റും ആ യോക്കിൻ്റെ ഒരു മിക്സും കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട്, അതായത് മിക്സ് ആകാതെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടത്തില്ല. ഒരു അടിഭാഗത്തൊക്കെ ഒരു റബ്ബർ പോലെ ഇരിക്കും. പിന്നെ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് കപ്പ് കേക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് കോട്ടൺ സ്പോഞ്ച് വലിയ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗത്തോളം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലാ മോൾഡിലും ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ദേ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കപ്പ് കേക്കിൻ്റെ മോൾഡും കപ്പ് കേക്ക് ബാറ്ററും ഒക്കെ ബാലൻസ് ഉണ്ട്. ഇത് ബേക്ക് ആയതിനു ശേഷം നമുക്ക് ബാക്കിയും കൂടി ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കപ്പ് കേക്ക്സ് എല്ലാം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കപ്പ് കേക്കിൻ്റെ ബാറ്റർ ബാലൻസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു സ്പഞ്ച് കേക്കും കൂടി ഉണ്ടാക്കിയെടുത്തേ. അതാണ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു, കഴിക്കാനും നല്ല രസമുണ്ടായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടേ. അപ്പോൾ ഈ ഒരു കോട്ടൺ കപ്പ് കേക്ക്സ് എന്ന് പറയുന്ന പോലെ തന്നെ
അത്രയ്ക്ക് നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലുള്ള കേക്കായിരുന്നു കേട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റും ഉള്ളിൽ നല്ല വെള്ള കളറുമായിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വേറൊരു കിട്ടുന്ന റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.